CPM-ലും പുറത്താക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. ഉറപ്പായിട്ട് വെക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത്. അതിന്റെ ഒപ്പം തന്നെയാണ് CPI. അപ്പോൾ മുകേഷിനെ സംബന്ധിച്ച് ഞങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടില്ല. ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ CPIM MLA M മുകേഷിനെതിരെ സ്ത്രീ പീഡനത്തിന് പോലീസ് കേസെടുത്തു, FIR ഇട്ടു, കുറ്റപത്രം കൊടുത്തു. അപ്പോൾ പാർട്ടി 16 MP-മാരും 135 MLA-മാരും സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ്. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഒരു കുടുംബത്തിൽ ഒന്നിങ്ങനെയാവാം. എങ്ങനെയാടാ എല്ലാവരും ഒന്നുപോലായി പോയത്? അതുകൊണ്ട് മുകേഷ് രാജിവെക്കണ്ട. അവരാരും MP സ്ഥാനമോ MLA സ്ഥാനമോ രാജിവെച്ചിട്ടില്ല. കേരളത്തിലെ സഖാക്കളെ പറ്റിയൊക്കെ അറിയില്ലെന്ന് ചോദിക്കണോ? ഇപ്പോൾ കേട്ടത് മുകേഷ് MLA-യുമായി ബന്ധപ്പെട്ടതാണ്. ഇനി കേൾക്കാൻ പോകുന്നത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാക്കൂട്ടത്തിന്റെ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം. പക്ഷേ സ്ത്രീ പീഡന കേസിൽ പ്രതിപട്ടികയിലുള്ള മുകേഷിന്റെ കാര്യത്തിൽ ഒരു നിലപാടില്ല. ഇപ്പൊ എന്താണോ നിലപാട്, ആ നിലപാട് തന്നെയാണ്. ഇപ്പൊ മനസ്സിലായി. അത്രയും വേണം കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. അപ്പൊ കോടതി വിധി വന്നിട്ട് മതിയോ? ആരോപണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. സിവിൽ കൂടി വന്ന ഈ കാര്യം അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാജിവെക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. അത് നല്ല വിചാരമായിപ്പോയി. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അങ്ങനെയുള്ള ഒരു കാര്യത്തെ പറ്റി താരതമ്യം ചെയ്യണ്ട. അല്ല, മുകേഷിന്റെ കാര്യത്തിൽ ധാർമ്മിക പ്രശ്നം വല്ലതും? ഞങ്ങൾക്ക് എന്ത് ധാർമ്മികത കുറവായിട്ടുള്ളത്? ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ധാർമ്മികതയേ ഉള്ളൂ. കാരണം ഇതുപോലെ ഏതെങ്കിലും ഒരു പ്രശ്നം പരാമർശിച്ചതിന് മുമ്പ് ഞാനതല്ലേ പറഞ്ഞു, ഏതെങ്കിലും ഒരു MLA-നെ പറ്റി വന്നിട്ടുണ്ടോ ഇതിന് മുമ്പ്? ഉണ്ട്, മുകേഷിനെ പറ്റി വന്നിട്ടുണ്ടല്ലോ. അന്തസ് വേണോടാ, അന്തസ്. ഇതാണ് വലിയ ഇല്ലാത്തതും കൈന്നിട്ട് കാച്ചു എന്നൊക്കെ പറഞ്ഞത്. ഇതൊന്നും ഇല്ലാത്തല്ല, ഉള്ളത് തന്നെ. രാഹുൽ രാജിവെക്കണം. ഈ പാർട്ടിയിൽ തന്നെയുള്ള MLA-മാരെ കുറിച്ച് പറയൂ. വിൻസെന്റ് ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ജയിലിൽ കിടന്നിട്ടില്ലേ? പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് ഓർമ്മിച്ചോക്കട്ടെ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഉടനടി വിൻസെന്റ് രാജിവെക്കുക, അല്ലെങ്കിൽ രാജിവെക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുക. ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വമല്ലേ. KK ശൈലജ ടീച്ചറുടെ ഹൂ കെയറേട്ടൻ വിഷയത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ച് നിലപാടറിയാം. രാഹുൽ രാജിവെക്കണം. ടീച്ചർ എവിടെ നോക്കിയാലും ഇത് തന്നെയാണല്ലോ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. മുകേഷ് വിഷയത്തിലെ നിലപാട് അറിയണ്ടേ? അറിയാം. ഫ്രഷ് സബ്ജക്റ്റ് ആയിരിക്കും. ആരെ കുറിച്ചെങ്കിലും ഒരു ആരോപണം കേട്ട ഉടനെ തന്നെ നിങ്ങൾ രാജിവെക്കണം എന്ന് പറയാൻ സർക്കാരിന് പറ്റില്ല. അതിന് നിയമപരമായ വശമുണ്ട്. എന്നാൽ അത് മുകേഷാണോ സിദ്ദിഖാണോ ഇതൊന്നും വ്യത്യാസമില്ല. ഞാനങ്ങോട്ട് ഇറങ്ങുവാ, അതാ നല്ലത്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.